ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൗന്ദര്യശാസ്ത്രത്തിൽ PhD എടുത്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ലോകത്ത് കറുത്തവർ വേണ്ട, വെളുത്തവർ മാത്രം, നല്ല നോക്കിയാൽ നല്ല ഭംഗി തോന്നണം, നമുക്ക് കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റണം. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഒരു സൗന്ദര്യ ശില്പമാണല്ലോ. അപ്പോൾ പുള്ളിക്കാരിനെ പോലെ ഇരിക്കുന്നവർ മാത്രം മതി ലോകത്തെന്ന് വാദിച്ച നമ്മുടെ എല്ലാവരുടെയും സത്യഭാമേ ഇപ്പൊ മനസ്സിലായ ആളെ. അതെ, നമ്മുടെ സത്യഭാമ ചേച്ചി കുറേ നാളായിട്ട് എയറിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേണു ചേച്ചി, ഗിരിജ ചേച്ചി, അങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ വന്നപ്പോൾ നമ്മൾ ഇവരെ അങ്ങ് വിട്ടതാണ്, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏറിൽ നിന്ന് നമ്മുടെ അമ്മച്ചി താഴോട്ട് ഇറങ്ങി. അമ്മച്ചിക്ക് ഏറി തന്നെ ഇരുന്നേച്ചാൽ മതി, എനിക്ക് താഴെ ഇറങ്ങണ്ട, ഞാൻ വലിയ സുന്ദരിയല്ലേ, എനിക്ക് മണ്ടയ്ക്ക് തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് നേടറ പിന്നെ എയറിലോട്ട് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ ആള്. അപ്പം നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഈ ചേച്ചിയുടെ കാര്യം നമ്മളെല്ലാവരും വിട്ടതാണ്. പക്ഷെ പുള്ളിക്കാരി അതൊന്നും ഇടത്തില്ല. അന്ന് കമൻ്റ് ഇട്ടവരെ, അന്ന് കുറ്റം പറഞ്ഞവരുടെ എല്ലാം മനസ്സിലിങ്ങനെ വെച്ചിട്ട് അതിനെതിരെയല്ലേ ഇപ്പം രംഗത്ത് വന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തള്ളക്ക് വട്ടാന്നാ തോന്നുന്നല്ലേ, ഇതിനൊക്കെ പ്രായമായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ വരാതെ കുറേ ഫേസ്ബുക്ക് ലൈവ് എടുത്തിട്ടല്ലേ ആൾക്കാർ ഓരോന്ന് നെഗറ്റീവ് പറയാൻ വരുന്നത്. പിന്നെ അതിന് മറുപടിയായി തെറിവിളിയായി എന്തൊക്കെ ബഹളമാണല്ലേ. നമ്മുടെ ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ സംഭവം എന്ന് പറയുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട കലാകാരനായിട്ടുള്ള നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയൻ മോഹിനിയാട്ടത്തിൽ ഇതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം മോഹിനിയാട്ടം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനെതിരെ ഒരു പുള്ളിക്കാരി സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. കാക്കകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, സൗന്ദര്യമില്ലാത്തവർക്ക് നൃത്തം ചേരില്ല, നമ്മുടെ ചേച്ചീനെ പോലെ സൗന്ദര്യ ശില്പികൾക്ക് മാത്രമേ നൃത്തം ചേരുള്ളൂ, വെളുത്തവർ മാത്രം നൃത്തം കളിക്കണം, അങ്ങനെയുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചേച്ചി എയറിലായെന്ന് പറയാം. ആ സമയത്ത് നമ്മുടെ നടിയായിട്ടുള്ള മല്ലിക സുകുമാരനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഇത് കലാമണ്ഡലം കിട്ടിയ സത്യഭാമയൊന്നുമല്ല, ഇത് ഒറിജിനൽ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തോ സത്യഭാമയാണെന്നുള്ള തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അന്ന് നടത്തിയിരുന്നു. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചേച്ചി ഇപ്പോഴാണ് രംഗത്ത് വന്നത്. അന്ന് ആ ചേച്ചീനെ പിന്നെ കണ്ടില്ല, ചേച്ചി ഏത് കണ്ണം വഴി ഓടിയെന്ന് അറിയത്തില്ല. പക്ഷെ ചേച്ചി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് വീണ്ടും എയറിൽ കയറിയേ പറ്റത്തുള്ളൂ, എനിക്ക് താഴെ നിൽക്കാൻ വയ്യായേ എന്ന് പറഞ്ഞ് ചേച്ചി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പം ചേച്ചി അന്നത്തെക്കാട്ടി മോശമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരു ഫേസ്ബുക്കിൽ ലൈവ് ഇടുകയും ആ ലൈവിൽ ഓരോരുത്തർ വന്ന് മല്ലിക സുകുമാരനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അതിലൊരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ്, ചാണകം കൊണ്ട് മെഴുകുമെന്നോ അങ്ങനെ എങ്ങാണ്ട് ഒരു കമൻ്റാന്ന് തോന്നിട്ടത്. അപ്പം അതിന് ചേച്ചി, അതുപോലെ തന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം പോയി നമ്മുടെ നാഗചേച്ചിനെ എല്ലാവർക്കും അറിയാമല്ലോ, നാഗചേച്ചിയുടെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചായിരുന്നു എന്ന് തോന്നുന്നു. കാരണം നാഗചേച്ചിയുടെ ഡയലോഗൊക്കെയാണ് ചേച്ചി ഇപ്പോൾ എടുത്ത് വീശുന്നത്, തുപ്പും തൂറിയെറിയും, ആ ഡയലോഗൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഡയലോഗാണ് ചേച്ചി ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ചാണകം മെഴുകുന്ന ആളോട് ചേച്ചിയുടെ ഡയലോഗ് ഇതാണ്, നമ്മൾ വൈകിട്ട് വയറു നിറയെ ഫുഡ് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പോകുമല്ലോ ഒരിടത്തോട്ട്, അതെടുത്തിട്ടായിരിക്കും നിന്നെ മെഴുകുന്നത്. അപ്പം നമ്മുടെ നാഗചേച്ചിയുടെ അതേ ഡയലോഗ് തന്നെയല്ലേ ചേച്ചി ഇപ്പം അനുകരിക്കാൻ പോകുന്നത്. അപ്പം ഏതായാലും നമുക്ക് ആ ലൈവ് ഒന്ന് കണ്ടിട്ട് ചേച്ചി നമുക്ക് എയറിലോട്ട് അങ്ങ് വിട്ടേക്കാം അല്ലേ. നിങ്ങൾ മല്ലിക സുകുമാരൻ്റെ ആളായിരിക്കാം, അതെനിക്ക് വിഷയമല്ല. നീ ആരാ മല്ലിക സുകുമാരൻ്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തേണ്ടി കേട്ടാ. നീ ആരാ? അല്ല, നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ, നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ. നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അവൻ. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? നിന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. ലത, ഓ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലടി. നിനക്ക് സിനിമയിൽ വല്ല റോളും അവർ ഓഫർ ചെയ്തിട്ടുണ്ടാ? ഓ നിനക്ക് സുന്ദരിയാണല്ലോ. നീ ചാണകം തേച്ച് മെഴുകുമല്ലേ? ഞാൻ ചാണകമല്ല തേക്കാൻ പോണം നിന്നെ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1-നും 2-നും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ. നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ. നീ എന്റെ സുന്ദരികൾ കുറെ ഓടിയൊരു വണ്ടിയാണല്ലോ, നീ എന്നെ കണ്ടാലറിയാം. നമ്മുടെ ചേച്ചിയുടെ ലൈവ്, ചേച്ചിയല്ലല്ലോ അമ്മച്ചിയല്ലേ, ഇത്രയും പ്രായം ചെന്ന അമ്മച്ചിനെ ഞാൻ ചേച്ചിന്ന് വിളിച്ചാൽ എനിക്ക് പറ്റിയതട്ടാ കേട്ടോ. അപ്പം അമ്മച്ചിയുടെ ലൈവൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അമ്മച്ചിയല്ലേ. കുറേ മുടിയും വളർത്തി, കുറേ മേക്കപ്പും ചെയ്ത്, കുറേ പുട്ടിയും വാരി തേച്ച് കഴിഞ്ഞാൽ സൗന്ദര്യമാണെന്നാണ് നമ്മുടെ അമ്മച്ചിയുടെ വിചാരം. അല്ല, ഈ കറുപ്പ് ഇഷ്ടപ്പെടാത്ത അമ്മച്ചി എന്താണെന്ന് അറിയത്തില്ല. ഈ തല മൊത്തം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വെളുപ്പിച്ചുകൊണ്ട് നടന്നിരുന്നെങ്കിൽ മൊത്തത്തിലൊരു സത്യഭാമ ആയേനെ അല്ലേ. കറുപ്പ് ഇഷ്ടം, അല്ലെങ്കിൽ മുടിയും കൂടെ കറുപ്പിച്ച് വെച്ചുകൊണ്ട് നടക്കുക.
അതൊക്കെ മോശമാണ്. പിന്നെ അമ്മച്ചി അതിൻ്റെ അകത്തൊരു ചേച്ചി വന്ന് അതൊരു പാവം ചേച്ചി ആയിരിക്കണം, ഒരു ചേച്ചി വന്ന് കമൻ്റ് ഇട്ടേന് അമ്മച്ചി പറഞ്ഞ ഡയലോഗ് നോക്കിക്കേ, നിന്നെ കണ്ടാൽ അറിയാമല്ലോടി കുറേ ഓടിയതാണെന്ന് അറിയാമല്ലോ എന്ന് കമൻ്റ് ഇട്ടേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പം അമ്മച്ചിയോട് എനിക്ക് പറയാനുള്ള, അമ്മച്ചി കുറേ ഓടിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും അമ്മച്ചിക്ക് ഈ കാണുന്നവരെല്ലാം ഓടിയതാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ സ്വന്തമായിട്ട് ലൈവ് ഇട്ടിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ലൈവിലിരുന്ന് വിളിച്ച് പറയാമോ അമ്മച്ചി? കൂടുതൽ കാര്യങ്ങൾ ഓർക്കുമെങ്കിലും ചെയ്യണ്ടേ? അമ്മച്ചി ഓടി ഇങ്ങനെ നടന്നതുകൊണ്ട് അമ്മച്ചിക്ക് കാണുന്നവരെല്ലാം ഓടിയതായിരിക്കും എന്ന് പറയുന്നത്. ആ ചേച്ചിയൊക്കെ സത്യം പറഞ്ഞാൽ അത്രയും മോശം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇവർക്കെതിരെയൊക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്തൊന്നും കേസ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. സത്യഭാമയുടെ സൗന്ദര്യം കൊണ്ട് സത്യഭാമ എല്ലാവരെയും മയക്കിയെടുക്കും അല്ലേ ചേച്ചി? അമ്മച്ചി എല്ലാവരെയും മയക്കിയെടുക്കും. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും കേസൊന്നും വില പോകത്തില്ല കേട്ടോ. അല്ലെങ്കിൽ അത്രയും മോശമായത് ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീയോട് പറയുന്ന വർത്താനാണ്, നിന്നെ കണ്ടാൽ കുറേ ഓടിയതാണല്ലോ എന്ന് മനസ്സിലാവുമല്ലോ. ഇതിൻ്റെ നെഗറ്റീവ് തോട്ട് എന്താണെന്ന് എല്ലാവർക്കും ഒരേ സ്ഥലത്തിൽ മനസ്സിലാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്. ഒരു സ്ത്രീ തന്നെ സ്ത്രീക്കെതിരെ ഇത്രയും മോശം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടുത്തുക? അതും ഇത്രയും നല്ല ഒരു ഫേസ്ബുക്കിൽ ലൈവായിട്ട് വന്നതല്ല, സ്വന്തം വീട്ടിലിരുന്നല്ല പറയുന്നത്, ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ഇത്രയും മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തുന്ന ഇവരെ പിന്നെ ആൾക്കാർ വന്ന് തെറി വിളിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. ഇവർ തെറി കേൾക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അതുമല്ല ഇത്രയും പ്രായം ചെന്ന് ഇതിനൊക്കെ ഒതുങ്ങി വീട്ടിലിരുന്നോളേ, ഇതിനൊക്കെ ആരാണ് കലാമണ്ഡലം സത്യഭാമ എന്തൊക്കെയാണോ ആവോ? ഇവർക്കൊക്കെ മര്യാദയ്ക്ക് വീട്ടിലിരിക്കാൻ മേലാഞ്ഞിട്ടാണോ ഈ പണിക്ക് ഇറങ്ങിയേക്കുന്നത്? അത് നല്ല മോശം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മോശം കമൻറ്റ് തന്നെ എടുത്തുള്ളൂ. ആരും സത്യഭാമ ചേച്ചിനെ നല്ലത് പറഞ്ഞുകൊണ്ട് വരത്തില്ല. മോശം കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അവർ മോശം നടക്കുന്ന സ്ത്രീ ആകുമോ? അങ്ങനെ ഒരാളെ പറയാനുള്ള അധികാരം സത്യഭാമയ്ക്ക് ആരെങ്കിലും നൽകി തന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ആ ചേച്ചി ഈ പെണ്ണുമുള്ളക്കെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്ര വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിനെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സത്യഭാമ ചേച്ചി തന്നെ വീണ്ടും എയറിലേക്കൊക്കെ യാത്രയായിരിക്കുകയാണ്. ഇനി ഒട്ടനെ ഒന്നും താഴോട്ടിറങ്ങുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഒട്ടനെ ചേച്ചി അടുത്ത ലൈവും ഒക്കെ ആയിട്ട് വരും. അപ്പം നമുക്കും ആ ലൈവിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ടാറ്റാ.